സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ അപകടത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. 6 സൈനികരെ കാണാനില്ല. സൈനിക ക്യാമ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എപ്പോഴാണ് അപകടമുണ്ടായത്? വിഷ്ണു, ഇന്നലെ രാത്രിയിലാണ് ഈ പട്ടാള ക്യാമ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. 3 സൈനികർക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം 6 സൈനികരെ കാണാനില്ല. നോർത്ത് സിക്കിമിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ കാണാതായ സൈനികർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. ഒപ്പം 3 സൈനികർ വീരമൃത്യു വരിച്ചതായും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ മേഖലയിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുകയാണ്. പ്രത്യേകിച്ച് സിക്കിം, അരുണാചൽ പ്രദേശ്, അസം ഒക്കെ അടങ്ങുന്ന നോർത്ത് ഈസ്റ്റിൽ വലിയ പ്രളയ ദുരിതം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സിക്കിമിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഈ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഗൗതം, അതുപോലെ തന്നെ സിക്കിമിലെ മറ്റ് പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെയും തകരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥ തുടരുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു രക്ഷാദൗത്യം, ഇനി 6 സൈനികരെ കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള രക്ഷാദൗത്യം കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? വിഷ്ണു, ആ പ്രദേശത്ത് ഇപ്പോൾ രക്ഷാദൗത്യം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തുടരുകയാണ്. പ്രദേശത്ത് മഴയും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിക്കിമിൽ മാത്രമല്ല, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ ശക്തമായ മഴ തുടരുകയാണ്. ഇതേ തുടർന്ന് ആ പ്രദേശങ്ങളിൽ ഇപ്പോൾ NDRFനെയും അതോടൊപ്പം തന്നെയും സംസ്ഥാനത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നേരിടാൻ കഴിയുന്ന പ്രത്യേക ടീമുകളെയും എല്ലാം അതാത് സംസ്ഥാന സർക്കാരുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും ബന്ധപ്പെടുകയും ഏതെങ്കിലും രീതിയിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.